ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോന്നുന്നതോടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ഡ്രോണിനെ പറത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ കാറ്റത്തൊന്നും അങ്ങനെ നല്ലപോലെ പെർഫോം ചെയ്യൂല. അപ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നോർമൽ ക്യാമറ അല്ല, നമ്മുടെ രണ്ട് കൈ നിങ്ങൾക്ക് കണ്ടു അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു ആക്ഷൻ ക്യാമറ മേടിച്ചിട്ടുണ്ട്, SJ ക്യാമിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നോർമൽ ക്വാളിറ്റിയും തമ്മിൽ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഡ്രോണിന് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം, ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ക്യുക്ക് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇപ്പോൾ തന്നെ വൈഫൈയിൽ പോയിട്ട് നമ്മുടെ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആപ്പിൽ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാമറ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ക്യാമറ ഇപ്പോൾ കറക്റ്റാണ്, ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പറത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നമ്മുടെ ഈ ഒരു SJ ക്യാമിൻ്റെ ഈ ക്യാമറയ്ക്ക് അത്യാവശ്യം വെയിറ്റും കുറവാണ്. അതുപോലെ തന്നെ ഇതുമില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ റേറ്റും കുറവാണ്. 4500 സംതിങ് എന്തോ വന്നോളൂ. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തായാലും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പറത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആ ക്യാമറ എടുത്തത്. കാര്യം നമുക്ക് ക്യാമറ കൈ പിടിച്ചുകൊണ്ട് ഡ്രോൺ പറത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉള്ളത് നോർമൽ മോഡിലാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും ഇതിനെ പൊക്കത്തേക്ക് കൊണ്ടുപോകും. അതിന് മുമ്പ് നമുക്കൊന്ന് സ്പീഡ് ഈ സൈഡിലാണ് കേട്ടോ, ഈ സൈഡിലാണ്. അപ്പോൾ നമുക്കൊന്ന് നെക്കി നോക്കാം. ഇപ്പോൾ സെക്കൻഡ് സ്പീഡിലാണ്. നിങ്ങൾക്ക് സ്പീഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം, ഇങ്ങനെ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇതാണ് സെക്കൻഡ് സ്പീഡ്. ഓക്കെ, പോകുന്ന മൂവ്മെൻ്റ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് 3 ബീപ്പ് അടിച്ചു. അപ്പോൾ തേർഡ് സ്പീഡാണ്. തേർഡ് സ്പീഡിൽ വരുമ്പോൾ ഇത്തിരി അൺകൺട്രോളബിളായിട്ടാണ് പോകുന്ന സാധനം. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മൗണ്ടിൽ നിന്ന് ഫോൺ ഊരി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ തേർഡ് സ്പീഡിലാണ്. നമ്മൾ പുറത്തൊക്കെ ഓടിക്കുമ്പോൾ മിക്കവാറും തേർഡ് സ്പീഡിൽ ഓടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ട്രിം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പർ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന്. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡിങ് ഓൺ ആക്കാം ഇതിനകത്ത്. ഓക്കെ, ഇപ്പോൾ വീഡിയോ റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രോണിനൊന്ന് പൊക്കി ഒത്തിരി ഒന്ന് പൊക്കാം, അധികം പൊക്കുന്നില്ല. കാര്യം കാറ്റടിച്ചിട്ട് ഇപ്പോൾ തന്നെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പൊക്കി നോക്കാം. എന്നിട്ട് ആരാണ്ട് ചോദിച്ചു എത്ര ദൂരം പോകുന്നുള്ളത്. പൊക്കത്തൂടെ എന്തോ ജെറ്റ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അവിടെ ആയിട്ടൊരു ജെറ്റ് പോകുന്നുണ്ട്. നമുക്ക് ഇനിയും പൊക്കാൻ വേണ്ടി പറ്റും. പൊക്കണമെന്നുണ്ടെങ്കിൽ പൊക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ തന്നെ കണ്ട കാറ്റ് പിടിച്ചിട്ട് ഒരു ലെവലില്ലാണ്ട സാധനം പോകുന്നു. ഇനിയും വേണമെങ്കിൽ പൊക്കാൻ വേണ്ടി പറ്റും. അയ്യോ, അതേ ഡ്രോൺ പോയി. ഇല്ല, പോയില്ല. ഇങ്ങോട്ടോ. എൻ്റെ പൊന്നോ, പണി പാളിന്ന് തോന്നണ്ട. ഇങ്ങോട്ടോ. എൻ്റെ ഉമ്മ, ഡ്രോൺ അല്ലാ. എൻ്റെ ഉമ്മ അല്ലാ. അവിടെ കിടക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോണിനെ താഴ്ത്തുനിന്ന് പോയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാമേജ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊന്നും വേറെ പ്രശ്നങ്ങളില്ല. ആകെപ്പാട് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗ് രണ്ടും താഴെ ഊരിക്കിടന്നു വെച്ചു. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മൗണ്ട് ചെയ്യാനുള്ള സാധനം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലെഗ് നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ഈ സൈഡിൽ എന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ മൗണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ മോട്ടറിനൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും കുറച്ച് പൊടിയുണ്ട്, ഇവിടെയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ച് മാർക്ക് ഉണ്ട്. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കിലേക്ക് ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൺട്രോൾ റീഗെയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ തിരിച്ച് വലിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം താഴെയായിരുന്നു. നമ്മൾ ത്രോട്ടിൽ കൊടുത്തെങ്കിലും പൊക്കാൻ പറ്റിയില്ല. ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആ പാരപ്പറ്റി തട്ടിയിട്ട് താഴത്തേക്ക് ആൾ വീണതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇട്ടൊന്ന് ഓടിക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് ഡാമേജുകൾ വന്നിട്ടുണ്ട്. അത് മതിലടിച്ചിട്ടാണ്. വർക്ക് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെ ആയിരിക്കും. മോട്ടറിന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആവുമെന്നുള്ളത് നമുക്ക് താഴെ നിന്ന് തന്നെ പറത്താം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓൺ കൊടുത്ത് നോക്കാം. പിന്നെയും പോയാൽ ഓക്കെ
വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സൗണ്ടിനൊരു വ്യത്യാസമുണ്ട്. വർക്ക് ചെയ്യുന്നത് പക്ഷേ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വീഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീഴ്ചയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചു പോലെ തന്നെ ഡിസ്റ്റൻസ് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കാം. എനിക്ക് സംഭവിച്ച പോലെ ചിലപ്പോൾ റിമോട്ടിലുള്ള കണക്ഷൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10, 30, 40 മീറ്റർ ആയിട്ട് ഉണ്ടായുള്ളൂ എന്ന് തോന്നുന്നു. ഹൈറ്റ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു 50, 60 മീറ്റർ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. നമ്മൾ പറത്ത് ചെയ്ത് ഇതിൻ്റെ വീടിൻ്റെ പൊക്കത്ത് 2 നില വീടിൻ്റെ പൊക്കത്തു നിന്നാണ് വർക്ക് ചെയ്ത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കത്തോട്ട് പൊക്കി കാണിക്കാം, അതായിരിക്കും നല്ലത്. എനിക്കൊന്ന് സേഫ് അതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പൊക്കി നോക്കാം. ഒരു സൗണ്ട് വ്യത്യാസമുണ്ട് കണ്ടോ. പൊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പൊക്കിയാണ്, ഇത്രയൊക്കെ പൊങ്ങും, കുഴപ്പമൊന്നുമില്ല കണ്ടോ. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത്രയും വലിയൊരു ക്രാഷ് നടന്നിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ലക്കി ആയതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും കണ്ടോ പൊക്കമുണ്ട്. ഇതിപ്പോൾ 2 നില വീടിനേക്കാളും പൊക്കത്തിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പൊക്കാം, പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ എന്തായാലും പൊക്കുന്നില്ല, നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, റിമോട്ടുമായിട്ടുള്ള കണക്ഷൻ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ത്രോട്ടിൽ ഇത് ഡയറക്ഷൻ സ്റ്റിക്കൊന്നും കൊടുത്തിട്ടൊന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. ബട്ട് അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ വല്ല ഇനി എന്തെങ്കിലും ഇൻ്റർഫറൻസ് വന്നാണോന്ന് അറിയാൻ പാടില്ല റേഡിയോ ഫ്രീക്വൻസിയിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ സംഭവിച്ചാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലിപ്പ് അടിച്ച് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലിപ്പിൻ്റെ ബട്ടൺ ഈ സൈഡിലാണ്, പക്ഷേ ഒരു സൗണ്ടിന് വ്യത്യാസമുണ്ട് മോട്ടറിൻ്റെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്പീഡിലോട്ട് തന്നെ ഇടാം. ഒരു ചെറിയൊരു ബാറ്ററി തീർന്നു. ഓക്കെ, ആ ബാറ്ററി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സംഭവമാണ്. അപ്പോൾ പറയുന്ന ഇത് ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരു 6-7 മിനിറ്റാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ബാറ്ററി എടുത്തിടാം. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് സ്റ്റേബിളായിട്ടുണ്ട്. പ്രസ് ചെയ്യുക, ഗൈറോ കാലിബ്രേറ്റ് ആയിട്ടുണ്ട്. ഈ ബാറ്ററി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നോക്കാം എത്ര നേരം നിൽക്കും എന്നുള്ള ബാക്കപ്പ്. ഓക്കെ, ആണോ പറക്കുന്നുണ്ട്, പക്ഷേ ഒരു സൗണ്ട് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് കണ്ടോ. ഭയങ്കര ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇടിച്ചപ്പോൾ വന്നതായിരിക്കും. ഇതിൽ ആ സൈഡിലിട്ട് പാരപ്പറ്റിൻ്റെ സൈഡിലിട്ട് അത്യാവശ്യം നല്ലപോലെ ഏതോ ഒരു പ്രൊപ്പല്ലർ ഇടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഊരി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത്. എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഊരി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറത്തി നോക്കാം. ഓവറോൾ പറത്താനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ സാധനമൊക്കെ ഓക്കെയാണ്, പക്കയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഫ്ലിപ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോട്ടർ വലിയ ഡാമേജുകളുണ്ടല്ലോ. എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ മോട്ടറിൽ അറിയാൻ വേണ്ടി പറ്റും, ഫ്രണ്ട് അടിച്ച് നോക്കിയപ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഏതോ ഒരു മോട്ടർ. ഈ സൈഡ് മോട്ടറാണെന്നൊരു സംശയമുണ്ട്. ഈ സൈഡ് മോട്ടർ ആവാനാണ് ചാൻസ്. ഈ സൈഡാണെന്ന് തോന്നുന്നു. നല്ലപോലെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, അതാണ് ആ ഒരു സൗണ്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പുറത്തേക്ക് ഒന്ന് ഫ്ലിപ്പ് അടിച്ച് നോക്കാം. ഓക്കെ, ആ സൈഡ് മോട്ടർ ആവാനാണ് ചാൻസ്. നോക്കാം എന്തായാലും. പിന്നെ ഇതൊക്കെ ഒരു ടോയ് ഗ്രേഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അങ്ങനെയുള്ള ഒരു ക്രാഷ് ഒന്നും ഇതിന് കിട്ടേണ്ടതല്ല. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്താലും മതിയായിരുന്നു. പക്ഷേ എത്രയൊക്കെ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്താലും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രാഷ് ആയിരുന്നില്ല. കാര്യം റിമോട്ടിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊക്കത്തേക്ക് ഇതാക്കാം. അതിന് മുമ്പ് ഒന്ന് ട്രിം ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാനൊന്നും ചെയ്യണമല്ലോ, അത് തന്നെത്താനെ പോണേനെ. ഓക്കെ, അപ്പോൾ ബാക്കിലേക്കൊന്ന് ട്രിം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അപ്പുറത്തേക്കുള്ള ട്രിം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പറത്താനൊക്കെ സാധനം ഓക്കെയാണ് കേട്ടോ. കാര്യം ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ത്രോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ത്രോട്ടിലല്ല, സോറി, ഡയറക്ഷൻ സ്റ്റിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ പറത്താൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഒന്നില്ലെങ്കിൽ മോട്ടർ ഡാമേജ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് അത്യാവശ്യം നല്ലപോലെ പറത്തണമെന്നൊക്കെ വിചാരിച്ചാണ് പൊക്കത്ത് പോയി പറത്തിയതാണ് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അവിടെയും ഡിലേ ഇത് വരേണ്ട ആവശ്യം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് റെക്കോർഡിങ് ഓൺ ചെയ്തതിനപ്പോൾ എന്തോ ഇൻ്റർഫറൻസ് വന്നതിനപ്പോൾ പോയതാണ്, കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി പോയതാണ് റിമോട്ടിൽ നിന്ന്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷോർട്ട് വീഡിയോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്രാഷ് അത്യാവശ്യം നല്ല ക്രാഷാണ് ചെയ്തത്. വേറെ വിസിബിൾ ഡാമേജ് അല്ലെങ്കിൽ മോട്ടർ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ടോയ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു
ഹൈറ്റിൽ പോണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഇത് വീഡിയോ കണക്ട് ചെയ്തിട്ടൊക്കെ പറത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയയിൽ തന്നെ പറത്താൻ വേണ്ടി നോക്കുക. കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം പറത്താതിരിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഹൈറ്റിൽ പോകരുത്. ഇത് നല്ല ഹൈറ്റിൽ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവും, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും മോട്ടറൊക്കെ ബ്രഷ്ഡ് ചെറിയ മോട്ടോഴ്സ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു വലിക്കുമ്പോൾ ആ സ്പീഡിൽ തന്നെ തിരിച്ചു വലിക്കണമെന്നില്ല. കാറ്റിനെ എഗെയിൻസ്റ്റ് വരാൻ വേണ്ടിയിട്ടും അതിന് പറ്റണമെന്നില്ല. വെയിറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കാറ്റിനൊപ്പം തന്നെ പോയി മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ബാക്കി വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ക്യാമറ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിമിക്ക് ഫീച്ചറാണ്, അതിൽ കൂടുതൽ പറയരുത്. ബട്ട് ഓവറോൾ സാധനം കൊള്ളാം. അത്രയും നല്ലൊരു ക്രാഷ് കഴിഞ്ഞിട്ടും സാധനം ഇത്രയും സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി സംഭവം തന്നെയാണ്. ബാറ്ററിയുടെ കേസിൽ മാത്രം എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ബാറ്ററി വീക്ക് ആയതായിരിക്കും. കാര്യം മറ്റേ ബാറ്ററി ഏകദേശം ഒരു 5-6 മിനിറ്റിനടുത്ത് നമുക്ക് എന്തായാലും ടൈം കിട്ടിയിട്ടുണ്ട്. 6 മിനിറ്റ് കൂടുതൽ എന്തായാലും നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബാറ്ററി നല്ലതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബാറ്ററി ഞാൻ ഫുൾ ചാർജ് ചെയ്തതാണ്. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബാറ്ററി ചിലപ്പോൾ വീക്ക് ആയതായിരിക്കും. എന്തായാലും നോക്കാം. ബട്ട് ഓവറോൾ കുഴപ്പമില്ല. 2 ബാറ്ററി കിട്ടുന്നുണ്ടെങ്കിലും റഫ് എസ്റ്റിമേറ്റ് പറയുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയിൽ നമുക്കൊരു 6 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെ നമുക്ക് ഫ്ലൈറ്റ് ടൈം കിട്ടും. 2 ബാറ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിനടുത്ത് അപ്പോൾ ടോട്ടൽ കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇതും ഡ്രോണിൻ്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞ് ഇറക്കി കഴിയുമ്പോൾ, അതായത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇറക്കി ഒരു 6-7 മിനിറ്റ് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇറക്കി കഴിയുമ്പോൾ ഒരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി വെക്കാം മോട്ടർ. കാര്യം ഗിയറൊക്കെ പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ ചൂടായിട്ടിരിക്കുന്നിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഗിയർ ഡാമേജ് വരാനോ മോട്ടർ ഡാമേജ് വരാനോ ചാൻസ് ഉണ്ട്. അത്ര ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിത് മേടിച്ചത് ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. അതെന്തായാലും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം. സോ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ബൈ.